ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ആവട്ടെ, നമ്മൾ ഇടക്കിടക്ക് കാണുന്നവരാകട്ടെ, നമ്മളായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ 1 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റ്സ് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസിനെ പറ്റിയിട്ടോ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടോ ആവും. ബാക്കി 10% മാത്രമേ ഉള്ളൂ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യല്. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ 50% നമ്മൾ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന തമാശകളോ സംസാരിച്ചിട്ട് പോകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ചോദിക്കില്ല ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന് അല്ലേ. അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഈ കൺസെപ്റ്റും മൈൻഡ് സെറ്റും നമ്മുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് മാറ്റിയെടുക്കേണ്ട സമയമായി. കാരണം ഇവിടുന്ന് ആൾക്കാർ മറ്റ് പല വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ നല്ല ആൾക്കാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ കാഴ്ചവെക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും മാറ്റേണ്ട അതിക്രമിച്ചിരിക്കുന്ന സമയം. ഇതിനെ കുറിച്ച് ഞാൻ ഈ ഒരു ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ച് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനോട് മുൻപ് സംസാരിച്ചു. എന്താ വെച്ചാൽ ഇന്ത്യക്കാർ പുറത്ത് പോയി കഴിഞ്ഞാൽ നിയമം അനുസരിക്കും, ഹാർഡ് വർക്ക് ചെയ്യും, എല്ലാം ചെയ്യും. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിയമം അനുസരിക്കില്ല. ലൈക്ക് ഇത് ഇതിന്റെ നാടാണ് എന്നുള്ളൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ. അതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് ഡാറ്റ ബാക്ക്ഡ് ആണോ എന്നറിയില്ല, പുള്ളിന്റെ ഒപ്പീനിയൻ ആണോ എന്നറിയില്ല. പുള്ളി പറഞ്ഞത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സാധനമാണ് സ്വാതന്ത്ര്യം. അപ്പൊ ഇത് എന്തോ ഞാൻ വാങ്ങിയെടുത്തു കഴിഞ്ഞു, ഇത് ഇന്റേതാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ. ആ പെർസെപ്ഷൻ ആണ് പലതും ചെയ്യുമ്പോൾ ആരടാ ചോദിക്കാൻ ഇത് ഇന്റെ നാടല്ലേ എന്നുള്ള ആ എന്റേത് എന്നുള്ള തോന്നലിന്ന് ഉണ്ടാവുന്ന. പക്ഷെ എന്റേത് എന്നുള്ള തോന്നലിന്റെ അടുത്ത ഭാഗം എന്താണെന്നറിയോ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നല്ല രീതിയിൽ നോക്കണം. പക്ഷെ ആ ഭാഗം വർക്ക് ചെയ്യുന്നില്ല, ഈ ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ചില്ലെങ്കിൽ പണി കിട്ടുമല്ലോ. ഇത് ഞാൻ ഒരു കറക്ഷനായിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. നമ്മൾ കുരുത്തക്കേട് കളിക്കുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യാണ്ടെങ്കിൽ മാത്രമേ ആ കുരുത്തക്കേട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ സൈക്കോളജി. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ആരില്ല. അതായത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് സ്ട്രോങ്ലി നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒരു കുരുത്തക്കേട് കളിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഹൈവേകളിലാണെന്നുണ്ടെങ്കിലും ഒരു ഡ്രൈവിംഗ് ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ തോന്നുന്ന പോലെയൊക്കെയാണ് ആൾക്കാർ തോന്നുന്ന പോലെയാണ്. പക്ഷെ ഈ പ്രവർത്തനം GCCയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ആരും ചെയ്യില്ല. ഒരു ഇന്ത്യക്കാരനും ചെയ്യലാണ്. ഇപ്പൊ ചൈനത്തെ കാര്യം എടുക്കാം. ചൈന ഒരു DGPയുടെ മകനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ് ചെയ്യുന്നത്. ട്രാഫിക് വയലേഷൻ അദ്ദേഹം ഫൈൻ ചെയ്യണം, ഫൈൻ കിട്ടും അദ്ദേഹത്തിനും. ഇപ്പൊ ഒരു പോലീസ് വണ്ടി ചുമ്മാ ഒരു വർക്കില്ലാതെ റോഡ് സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ എത്ര പവർഫുൾ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ഫൈൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു കുറവില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പോലീസോ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ശിക്ഷ കിട്ടുന്നത് കുറച്ചും കൂടി കൂടുള്ളൂ സാധാരണക്കാരിൽ നിന്നും. കാരണം അവരാണ് റോൾ മോഡൽസ്. അപ്പം നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറേ ആൾക്കാർ ബാക്കിലുള്ളത് കൊണ്ട്, സിസ്റ്റംസ് ഉണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ട് നെവർ മൈൻഡ്. ഇതിപ്പോ നമ്മുടെ സ്വന്തം റോഡാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ ഉണ്ടാക്കിയ റോഡാണെന്നുള്ള ചിന്തയിലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ പക്ഷെ നിയമത്തിന് കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് ഉള്ള, അത് ഫോളോ ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ നമുക്ക് ആ കൾച്ചർ എന്തുകൊണ്ടോ ഇപ്പോഴും അതുകൊണ്ട് ഇംപ്ലിമെന്റഡ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയില് ഷെൻജൻ, ഞാൻ നിൽക്കുന്നത് ഷെൻജൻ എന്ന് പറയുന്ന സിലിക്കൺ വാലി ചൈനയുടെ, അവിടെ ട്രാഫിക് വയലേഷൻ നടക്കുന്നത് പിടിക്കാനുള്ള ഈ ക്യാമറകളുണ്ട്. ഒരു ക്യാമറയിൽ ഒരു ഇന്റർസെക്ഷനിൽ ഒരു ക്യാമറയിൽ ഏകദേശം 60 കോടി രൂപ കിട്ടുന്ന വരുമാനം ഒരു വർഷം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം അത്രയും സ്ട്രിക്റ്റ് ആണ്. ഒരു ലൈസൻസിൽ 12 സ്കോറാണ്. ഇതിൽ ഒരു മിനിമം ഇപ്പോൾ ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ട കുറേ സമയം കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന 2 പേര് ബെൽറ്റ് ഇടണം, ബാക്കിലിരിക്കുന്ന ആൾക്കാർ ബെൽറ്റ് ഇടണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ചൈനയിൽ അതിലുള്ള എല്ലാവരും ബെൽറ്റ് ഇടണം. കാരണം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ ആൾ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർക്ക് മരിക്കും അല്ലേ. അപ്പൊ അതൊരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഇവിടെ സുരക്ഷക്കല്ലല്ലോ ബെൽറ്റ്, നിയമത്തിനല്ലേ. ക്യാമറ ഫൈൻ അടിക്കുന്ന പേടിച്ചിട്ടാ ബെൽറ്റ് ഇടുന്നത്. അപ്പൊ അതേപോലെ ഈ ക്യാമറകളും പുതിയ പുതിയ ടെക്നോളജികളും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടും ചെയ്യും. അതുപോലെ തന്നെ സെയിം സമയം നമുക്ക് ആ വരുമാനം ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും, അതുകൂടാതെ യൂത്തിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിനാണെന്നുണ്ടെങ്കിലും ഒരു അവയർനെസ്സും ഒരു പേടിയും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ മാത്രമല്ല, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്കും അവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഭീഷണിയാണ് അല്ലേ. അപ്പോൾ ഇനി ഞാൻ കയ്യൊക്കെയുള്ള കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ നല്ലൊരു വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ മുന്നോട്ട് പോകാൻ കഴിയും.